ലൈംഗിക അതിക്രമ കേസിൽ JDS നേതാവ് പ്രജ്വൽ രേവണ്ണ ഉടൻ കീഴടങ്ങുമെന്ന് സൂചന വരുന്നു. JDS നേതൃത്വം ഇക്കാര്യം അന്വേഷണ സംഘത്തെ അറിയിച്ചു. കേസിൽ ഇന്നലെ അറസ്റ്റിലായ പിതാവ് HD രേവണ്ണയെ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. അരുൺ പൂപ്പറമ്പ് ചേരുന്നു ബംഗളൂരുവിൽ നിന്ന്. അരുൺ, ഗുഡ് മോർണിംഗ്. പറയൂ, HD രേവണ്ണയുടെ കാര്യം എങ്ങനെയായി? അപ്ഡേറ്റ്സ് എന്താണ്? SKN, ഗുഡ് മോർണിംഗ്. ഇന്നലെ അറസ്റ്റിലായ HD രേവണ്ണയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലെ SIT ഓഫീസിലാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഓഫീസിലാണ്. ഇവിടെയാണ് HD രേവണ്ണ ഉള്ളത്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇന്നലെയാണ് HD രേവണ്ണയെ അറസ്റ്റ് ചെയ്തത്. ഇതിൽ കൂടുതൽ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ വിവരങ്ങൾ ഈ രേവണ്ണയിൽ നിന്ന് ചോദിച്ച് അറിയേണ്ടതുണ്ട്. രണ്ട് പ്രധാനപ്പെട്ട കേസുകളാണ്. മൈസൂരുവിലെ പീഡനത്തിനിരയായ ഈ യുവതിയെ തട്ടിക്കൊണ്ടുപോയ ഒരു കേസ്, അതോടൊപ്പം തന്നെ വീട്ടുജോലിക്കാരിയായ മറ്റൊരു യുവതിയെ ലൈംഗിക പീഡനത്തിനിരയാക്കി എന്ന രണ്ട് കേസുകളുണ്ട്. രണ്ട് കേസുകളും ജാമ്യമില്ലാത്ത കേസുകളാണ്. ഇന്ന് വൈകിട്ടോടെ ചോദ്യം ചെയ്യലിന് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി. ഇന്ന് ഓപ്പൺ കോർട്ട് ഇല്ലാത്തതിനാൽ മജിസ്ട്രേറ്റിന് മുമ്പിലാണ് ഹാജരാക്കുക. സ്വാഭാവികമായും റിമാൻഡ് ആകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും JDSനെ സംബന്ധിച്ചിടത്തോളം ശക്തമായ പ്രതിസന്ധിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു നേതാവ്, മുൻ മന്ത്രി അറസ്റ്റിലായിരിക്കുന്നു. തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലുള്ള നാടകീയമായിട്ടുള്ള സംഭവവികാസങ്ങൾ കർണാടക രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായിട്ടുള്ള ഹാസൻ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി പ്രജ്വൽ രേവണ്ണ ഉടൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകും, കീഴടങ്ങുമെന്ന വിവരം ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് JDS നേതൃത്വം ഇന്നലെ രാത്രി ഈ അന്വേഷണ സംഘത്തെ ആ വിവരം അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ്. കടുത്ത സമ്മർദ്ദം പ്രജ്വലിനെ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടി അന്വേഷണ സംഘം പുറത്തിയിരുന്നു. അത് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു. മറ്റ് ഇന്റർപോളിന്റെ ഉൾപ്പെടെ സഹായം തേടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്ക് സർക്കാർ ആലോചിക്കുന്നതിനിടെയാണ് ഇപ്പോൾ JDS നേതൃത്വം ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ തെരഞ്ഞെടുപ്പിന് 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. കർണാടക രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. 14 മണ്ഡലങ്ങളിലും ഇത് പ്രതിഫലിക്കും എന്നതാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നത്. ആ ആശങ്ക BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്, JDSനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതെങ്ങനെ പ്രതിഫലിക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. SK. ഓക്കെ, താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് നമുക്കൊപ്പം ചേർന്ന്.